പൊന്നാര പ്രിയ ചേച്ചിയെ, നിങ്ങൾ സോഷ്യൽ മീഡിയ കിടന്ന് പട്ടി മോങ്ങും പോലെ മോങ്ങുന്നെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ആൾക്കാർ എനിക്ക് ലിങ്ക് അയച്ചു തന്നു. അങ്ങനെയാട്ടോ ഞാനിത് കാണുന്നത്. ആന്നേ, നിങ്ങളവിടെ വരുത്തിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളല്ല ഇങ്ങോ പറഞ്ഞത് നിങ്ങൾക്കൊരു പർദ്ദ വേണം, പർദ്ദ ഇട്ടിട്ട് പർദ്ദയും ബുർക്കയും ഇട്ട് വന്നിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊക്കെ വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് സംസാരിച്ചിട്ട് നമുക്കത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാമെന്ന്. അതേ ചേച്ചിയെ, നിങ്ങളവിടെ വരുത്തിക്കാൻ തന്നെയായിരുന്നു ജസ്നയുടെ പ്ലാന്. എന്തുകൊണ്ടാന്നല്ലേ, ഒരു കേസ് ഓർമ്മയുണ്ടോ? എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ പോസ്റ്റ് ചെയ്തിട്ട് ഒരു രജിസ്റ്റേർഡ് വീട്ടിൽ വന്നത് ഓർമ്മയുണ്ടോ? ആ സമയത്ത് നിങ്ങൾ എൻ്റെ ഈ വീടിൻ്റെ ലൊക്കേഷൻ ഒന്ന് വീണ്ടും പുറത്ത് വിട്ടാൽ അറസ്റ്റ് ഉറപ്പായിരുന്നു ചേച്ചിയെ. പക്ഷേ എന്തോ ഇപ്പോൾ 24 മണിക്കൂറും ഗുരുവായൂരപ്പൻ്റെ അടുത്തല്ലേ. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ശത്രു പോയാലും ഗുരുവായൂരപ്പനും കാത്തുകൊള്ളും. ആ കാക്കലാണ് നിന്നെ കാത്തുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോഴും ഉണ്ടാവണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പം നീ കിടന്ന് സോഷ്യൽ മീഡിയ കിടന്ന് കയറി അങ്ങ് ആവിഞ്ഞ് കരയുന്നതെന്ന് കേട്ട് എന്നാത്തിനാ കൊച്ചെ ഇങ്ങനെയൊക്കെ കരയേണ്ട ഒരു അവസരം നിനക്ക് വരുന്നത്? എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്? നിനക്ക് നിൻ്റെ ബൈജു, കുടിയൻ ബൈജുവിൻ്റെ എന്താ പറയുക, കുടി നിർത്താനുള്ള വകുപ്പ് വല്ല ധ്യാന കേന്ദ്രത്തിലും കൊണ്ടുപോയിട്ട് അവിടെ നിന്നാൽ നിൻ്റെ അന്നം മുട്ടൂല, ബൈജുവിൻ്റെ അന്നം മുട്ടാതെ അവർ നോക്കൂലേ നിന്ന? പിന്നെ നിനക്ക് ഈ സോഷ്യൽ മീഡിയ കിടന്ന് മെഴുകേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നിനക്കൊന്നും പിന്നെ പ്രത്യേകിച്ച് വലിയ ചിലവുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഞങ്ങളെപ്പോലെയൊന്നും അല്ലല്ലോ. ഈ ഞങ്ങളെപ്പോലെ ആയിരുന്നു ഉദ്ദേശിച്ചത്. എനിക്കൊക്കെ എന്ന് വെച്ചാൽ മാസം സ്കൂൾ ഫീസ് അടയ്ക്കണം, വണ്ടിയുടെ ഫീസ് അടയ്ക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നിനക്ക് അടയ്ക്കുകയും ചെയ്യണ്ട. അപ്പം നിനക്ക് നീ ഫ്രീ ആണ്, സ്വതന്ത്രയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫോണും എടുത്ത് ഇറങ്ങിയിട്ട് പോയാൽ വൈകിട്ട് വീട്ടിൽ കയറി ചെന്നാലായി, ചെന്നില്ലെങ്കിലായി, ബൈജു വിളിച്ചാലായി, വിളിച്ചില്ലെങ്കിലായി, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ല. ഈ പറയുന്ന പാൽക്കുപ്പികൾ തന്നെ 2 ഉണ്ടേ. ഒരു പാൽക്കുപ്പി, ഒരു ഹായ് പറഞ്ഞേ. ഹായ് പ്രിയേച്ചി എന്ന് പറ. പ്രിയാൻറ്റി ഹായ്. പ്രിയാൻ ഒരു പാൽക്കുപ്പി ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാൽക്കുപ്പികളെയൊക്കെ നോക്കിയിട്ട് വേണം പ്രിയ എനിക്ക് എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പൈസയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല എന്നേ. അന്ന് എൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ആദ്യം ജോലി പിന്നെ കൂലി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം ജോലി ചെയ്യട്ടെ, എന്നിട്ടല്ലേ കൂലി കൊടുക്കുക. നമുക്ക് കൂലിയൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ പ്രിയ ചേച്ചി ഇങ്ങനെ മോങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. അമ്പിളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ അരുണിനെ കുറിച്ച് വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്ന ഒരു റെക്കോർഡ് നീ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നീ എന്തേ അമ്പിളീനെ ബ്ലോക്ക് ചെയ്ത്? അതൊന്ന് കേൾക്കട്ടെ പ്രിയേ. നീ അത് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതല്ലേ, എല്ലാവരും നിന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത്. ഇത് തുടക്കാടി, നിനക്ക് വാണിംഗ് ആടി ജസ്നയുടെ. നിന്റെ കൂടെ നിന്ന് നിന്റെ നീയല് പോലും നിന്നെ ചതിച്ച് തുടങ്ങുന്നുണ്ടേ. ഇത് നിന്റെ വാണിംഗ് ആടി. ഇനി ഓരോരുത്തരായിട്ട് നിന്നെ തള്ളിപ്പറയുന്നത് കാണാം, സാക്ഷാൽ ഗുരുവായൂരപ്പനടക്കം. നിനക്ക് മനസ്സിലായിട്ടില്ല, ഇത് നിനക്ക് വാണിംഗ് ആണ്. ഈ ചെറിയ അടി നിനക്ക് താങ്ങാൻ പറ്റിയിട്ടില്ലേ, ഇതൊക്കെ വലുത് വരാൻ പോകുന്നുണ്ടടി. നീ കിടന്ന് മോങ്ങാൻ പോകുന്നേ ഉള്ളൂ. മോങ്ങാൻ പോകുന്ന പട്ടിയുടെ കാലിൽ തേങ്ങ വിൽക്കുക എന്ന് കേട്ടിട്ടില്ലല്ലോ, അത് വിൽക്കാൻ പോകുന്നേ ഉള്ളൂടി. വെയിറ്റ് ചെയ്യ്. നിങ്ങൾ ഗ്രൂപ്പ് സംസാരിക്കുന്ന സകല റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ഭീഷണി. എൻ്റെ കൂടെ ആ ഗുരുവായൂരപ്പൻ 150 പ്രാവശ്യം ഗ്രൂപ്പ് പറയലുണ്ടല്ലോ, അതേടി എൻ്റെ കൂടെ തന്നെയാ ഗുരുവായൂരപ്പന്. നിങ്ങൾ ആസൂത്രണം ചെയ്ത ആ പിന്നെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ വന്ന വോയിസുകളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ജസ്നയുടെ കയ്യിലുണ്ട്. ഗ്രൂപ്പിൽ എത്ര മെമ്പർ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ആരാണ് ഇതിന് തുടക്കമിട്ട അഡ്മിൻ എന്നുള്ളത് എനിക്കറിയാം. ഒക്കെ പണി വരാൻ പോകുന്നുണ്ട് മോളെ. എൻ്റെ ബൈജു വരെ, നിൻ്റെ ബൈജു വരെ ഇതിൽ കുടുങ്ങുന്ന വകുപ്പുണ്ട് മോളെ. വീടിൻ്റെ ലൊക്കേഷൻ ഒക്കെ പാസ് ചെയ്തപ്പോൾ നീ ഇത്രത്തോളം അതൊക്കെ വീഡിയോ ഒക്കെ എന്തിനാടി മുക്കിക്കാഞ്ഞത്? പേടിച്ചിട്ടാ? പിന്നെന്തേടി നീ എൻ്റെ പേരിങ്ങനെ എടുത്ത് വെച്ച് പറയാത്തത്? പേടിച്ചിട്ടാ? കുട്ടികളുടെ പേരെന്താടി പറയാത്തത്? പേടിച്ചിട്ടാ? വെയിറ്റ് മാടൂ പ്രിയ. നിങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്നെ അങ്ങ് ഇതാക്കാന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നല്ലോ. അപ്പം ഗ്രൂപ്പിൽ അഡ്മിൻ തൊട്ടിട്ട് മെമ്പറായ നീ സഹിതം കുടുങ്ങുന്നത് കാണാം.
അത് നിനക്ക് സപ്പോർട്ട് ചെയ്തതായാലും എനിക്ക് സപ്പോർട്ട് ചെയ്തതായാലും നടുക്ക് നിന്നതായാലും ഇവിടെ പിടിച്ചതായാലും എവിടെ പിടിച്ചതായാലും എല്ലാം കൂടി അടുക്കം കൊടുങ്ങുന്ന വകുപ്പ് ജസ്നെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് മക്കളെ. മുട്ടിപ്പോവും, നിങ്ങളോട് മുള്ളിപ്പോവും. നീ കാണാൻ പോകുന്നേ ഉള്ളൂ, നീ മോങ്ങാൻ പോകുന്നേ ഉള്ളൂ. നിന്റെ കണ്ണിന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഒരു തുള്ളി കണ്ണീര് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു തുടക്കം മാത്രമാണെന്ന് കൂട്ടിക്ക നീ. ഞാൻ ഒഴിക്കിയ കണ്ണീരിൻ്റെ ഒരംശം പോലും ആയിട്ടില്ലടി അത്. എൻ്റെ മക്കൾ ഒഴിക്കിയ കണ്ണീരിൻ്റെ ഒരംശം പോലും ആയിട്ടില്ലടി അത്. നിനക്ക് വരാൻ പോകുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യ്. നിനക്ക് മാത്രമല്ല, ഗ്രൂപ്പിൽ ചർച്ചയല്ലായിരുന്നോ? ആ ചർച്ച എല്ലാ ഗ്രൂപ്പിൻ്റെ ഫുൾ റെക്കോർഡ് സഹിതം എല്ലാം എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. കൊട്ടേഷൻ അല്ലേ, കൊട്ടേഷൻ. നിനക്ക് എന്താടി പർദ്ദ വാങ്ങാൻ പൈസ അല്ലേ? ഞാൻ തരടി, എൻ്റെ കയ്യിലുണ്ടടി പർദ്ദ. നിനക്ക് നാട്ടിൽ വരാൻ അത്ര ഗഡ്സ് ഉണ്ടെങ്കിൽ ഒരു തള്ളനെ നീ കാണിക്കലുണ്ടല്ലോ, ആ തള്ളക്ക് തന്നെയാണ് നീ ഉണ്ടായതെങ്കിൽ വാടി എൻ്റെ നാട്ടിൽ. മുഖം മറിച്ചിട്ടാണെങ്കിൽ മുഖം മറിച്ചിട്ട് എന്നിട്ട് പോസ്റ്റ് ചെയ്യടി നിൻ്റെ ചാനലിൽ. ധൈര്യം ഉണ്ടേ കാണിക്കടി. നിനക്കുള്ള കൊട്ടേഷൻ തന്നെയായിരുന്നു അത്. എന്തേലും ചെയ്യാൻ പറ്റുമോ? കിടന്ന് മോങ്ങല്ലാണ്ട് ഇനി നീ മോങ്ങി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വെയിറ്റ് മാടൂ. ഓക്കെ, അപ്പോൾ ബൈ ദ ബൈ പ്രിയ ചേച്ചി. ബായ് ഫ്രം 2 പാൽക്കുപ്പികളും. ഓക്കേ.